ചേട്ടാ ചേട്ടൻ ഓഫീസൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇന്ന് എന്താ പരിപാടി? പുറത്തോട്ടൊക്കെ ഇറങ്ങണ്ടോ? ഇറങ്ങണ്ട്. ഞാനും വരട്ടെ. വീട്ടിൽ നിന്ന് ബോറടിച്ചു ചേട്ടാ. അയ്യോ അത് ഞാൻ തിരിച്ചു വരുമ്പോ ഒരു സമയമാവോടി. നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അതാ എല്ലാ ദിവസം ഇപ്പൊ 1 മണിയൊക്കെ ആവുമ്പോ രാത്രി കയറി വരണേ. അല്ല അത് വേറൊന്നല്ല, ഞങ്ങളെല്ലാരും കൂടി സംസാരിക്കുമ്പോ ഫസ്റ്റ് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കും. അതിനുശേഷം പിന്നെ കുറച്ച് ലൂസ് ടോക്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആയി ബായ് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ആണ് ഞാൻ സുരേഷ് ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങണത്. സുരേഷ് ഏട്ടൻ്റെ വീടാണെങ്കിൽ വെണ്ണലയിലാണല്ലോ. അപ്പൊ പറഞ്ഞ വഴിക്ക് കൊണ്ടാക്കിയിട്ടൊക്കെ വരുമ്പോ ഒരു സമയമാവും. അതുകൊണ്ടാണ് സമയമാവണത്. ഈ കാര്യം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ഗ്യാങ് ഒത്തുകൂടുന്ന സ്ഥലം ചോദിക്കാറുണ്ട്. എന്തിനാന്നറിയാമോ? അങ്ങോട്ട് വരാൻ വേണ്ടി. അങ്ങോട്ടൊന്നും വരുത്തണ്ട, പറയണ്ട സ്ഥലമൊന്നും വരണ്ടെന്നാ. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആണോ? എന്നാ പറഞ്ഞോ. എന്നെ അമ്മ വളർത്തിയാ മതി. ഞാൻ വളർത്തിയാ മതി എന്നാ? എന്താ ഈ കൊച്ചു പറയണത്? വേറെ ആരും വളർത്തണ്ട. അവള് പറഞ്ഞത് മനസ്സിലായോ അമ്മയ്ക്ക്? ഞാൻ ഇനി തൊട്ട് അവളുടെ കാര്യത്തിൽ ഇടപെടരുത്, അതാണ് ഉദ്ദേശിച്ചത്. പാറ അവിടെ നിന്ന് മുങ്ങിയപ്പോഴേ വിചാരിച്ചു കലിപ്പിലാണെന്ന്. എനിക്കിവിടെ എന്റെ കാര്യം നോക്കാൻ നേരമില്ല. പിന്നെയാണ് ഞാൻ നിന്റെ പുറകെ വന്നത്. ആ സിദ്ധിച്ചാടൻ ഞാൻ വന്നിരുന്നെങ്കിൽ എന്തു മക്കളെ, ലച്ചു ചേച്ചി ഇവിടുന്ന് പോവായിരുന്നല്ലേ? പക്ഷെ അതിവിടെ ആരോ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ല. ആരും അച്ഛൻ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അച്ഛൻ വേറെയും പറഞ്ഞു. അച്ഛൻ കല്യാണം കഴിഞ്ഞപ്പോ ലച്ചിച്ചയ്ക്ക് അഹങ്കാരം വന്നു. അയ്യോ മക്കൾ അതുപോലെ പറയല്ലേ, ചേച്ചിക്ക് ദേഷ്യം വരും. അച്ഛൻ വെറുതെ എന്തിനാ ഇറിറ്റേറ്റ് ചെയ്യണേ? ലച്ചു വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ലച്ചു ചേച്ചി എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കും. അതവള് പറഞ്ഞത് കറക്റ്റ് ആണ്. ആഹാ, ഇതിപ്പൊ ഇനി അടിയിലേ അവസാനിക്കുള്ളൂ. ഒന്ന് നിർത്തേണ്ടായത്. ഞാനാണ് തുടങ്ങിയത്, എവിടെയല്ലോ തുടങ്ങിയത്. അവക്ക് വല്ലതും അറിയാമോ? നിനക്ക് വല്ല ബോധമുണ്ടോ? പാറു കൊച്ചേ പോ, അപ്പുറത്തോട്ട് പോ, വഴക്കുണ്ടാക്കാണ്ട്. ലച്ചു ചേച്ചിയാ പോണ്ടത്, ഞാനല്ല. ഇതിന് ഞാൻ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാണ്. ലച്ചു കൊച്ചിനെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊന്നും ആയിരിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാൻ. കൊച്ചിനെ തൊട്ടടിക്കണ്ടാലും ഇവിടെ ചെറിയ പിള്ളേരത്താണ് ഈ കിടന്ന് വാശി കാണിക്കണത്. ചെറിയ പിള്ളേരാന്ന് എനിക്ക് കൂടെ തോന്നണ്ടേ? അമ്മ ഇവിടെ മനഃപൂർവ്വം പറയാൻ വേണ്ടി വന്ന് നിൽക്കുവാമ്മേ. പാറു ചേച്ചി പോമാനിക്ക് ഇതിന് ഞാൻ കാല് മണിക്ക് തൊഴിലൊഴിച്ചാണ്ടല്ലോ. എന്താ കൊച്ചിനെയാണോ നീ കാലമണിക്ക് അടക്കുമെന്ന് പറയണത്? കൊച്ചിനെയാണാ? നിനക്ക് വല്ല ബോധം ഉണ്ടോ ലച്ചു? അപ്പൊ അവളുടെ വർത്താനോ? നിനക്ക് എത്ര വയസ്സുണ്ട്? വയസ്സ് ഇങ്ങനെ എപ്പോഴും പറയാമ്മ. ലച്ചുവേ അതൊന്നും അങ്ങനെ പറയണേ. അത് അവളുടെ കയ്യിൽ പോണ്ട്. എടി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾക്ക് അടിയിട്ടി വിഷമത്തിൽ കൊച്ചുകുട്ടി വന്ന് പറയല്ലേ, ഇതെന്ത് പോത്തുപോലെ വളർന്നിട്ട് കൊച്ചുകുട്ടീന്റെ അടുത്ത് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കുറെ നേരം കൊച്ചുകുട്ടിയാ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവൾ കൊച്ചുകുട്ടിയുടെ സംസാരിക്കണേന്ന്? എനിക്ക് തോന്നണില്ല. അച്ഛൻ പറയുന്നതാണ് ശരി. ഞാൻ നിക്ക് എവിടെ പോണ്? ബാക്കി പറ. അച്ഛൻ എന്താ പറയണേ? പറയണേ മക്കളെ പറ. അച്ഛൻ എന്തോന്ന് പറയണേ? അച്ഛൻ എന്തോന്ന് പറയണേ? ചേച്ചിക്ക് പൈസ അഹങ്കാരം. ഇതിന് മറിക്കോട് മറിക്കോട്. ഞാൻ പറഞ്ഞു നേരത്തെ കൊച്ചിനെ തൊട്ട് വരുന്നെന്ന്. കൊച്ചിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നിന്നെയൊക്കെ വർത്താനം കേട്ടാ കൊച്ചും പഠിക്കണത്. വിശ്വസിക്കാൻ പറ്റും. ചേട്ടാ പോകാ, നീ പറഞ്ഞത് കേട്ടാ അവൾ പഠിക്കണത്. ഇതിപ്പോ എല്ലാം കൂടെ എന്താ തീർന്ന്? ഇങ്ങോട്ട് തന്നെ പോ ചെല്ലി. ഞാനായിട്ട് പറയാം, ചേച്ചിയുടെ ആഹാരം കൊടുത്തു കൊടുക്കണം. എന്തോ കൊച്ചുള്ള സത്യം പറഞ്ഞല്ലേ മക്കളെ, അതുകൊണ്ട് തുണന്നെതിരെ. അച്ഛാ ഓൾറെഡി എന്നെ ടെമ്പറേറ്റ് ആക്കുകയാണ് കേട്ടാ. ടെമ്പറാ ഇതിലാ വീട്ടില് ചേച്ചി